ഗൈസ്, അപ്പോൾ എല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യമാണ് 1 കിലോ ബിരിയാണി നമുക്ക് എങ്ങനെ വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാന്നുള്ളത്. ഇത് ഒരുപാട് റെസിപ്പി ഒന്നും ചേർത്തിട്ടല്ല, വളരെ സിമ്പിളായിട്ടൊരു കോഴിക്കോടൻ സ്റ്റൈൽ ബിരിയാണിയാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് മാക്സിമം ഒരു 8 ആൾക്കാർക്ക് കഴിക്കാനുള്ള ബിരിയാണി ഉണ്ടാവും. 8 ആൾക്കൊക്കെ 8 ആൾക്ക് മാക്സിമം കഴിക്കാറുണ്ട്. ഇപ്പോൾ ഈ 8 ആൾക്കൊക്കെ വരുമ്പോൾ നമ്മൾ സിമ്പിളായിട്ട് വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ബിരിയാണിയാണ്. ഇതിന് ഒരു റിസ്ക് കാര്യമൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ടാവും. അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും, ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും പോയി ചെയ്യാലോ. അപ്പോൾ എന്തായാലും നമുക്ക് എന്താക്കാം, എങ്ങനെ 1 കിലോ ബിരിയാണി ഉണ്ടാക്കുക എന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ. കൈസ പുള്ളി പൊരിച്ചതിന് കട്ട് ചെയ്യാണ്. ഇതിവിടെ തൊടിച്ചതാണ്. ഇനി ഇവിടുന്ന് നിലത്തുനിന്ന് എടുക്കണേന് ആരും കംപ്ലൈന്റ് പറയും. തൊടിച്ച സ്ഥലമാണ്. പുള്ളിക്കട്ടർ കൊണ്ടാവുമ്പോൾ നമുക്ക് വളരെ നൈസായിട്ട് കിട്ടും. പുള്ളിക്കട്ടർ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം പറ്റുന്ന അത്ര നൈസായിക്കിട്ടില്ല. ഓക്കെ, അപ്പൊ 2 ഉള്ളി അരിഞ്ഞിരിക്കണേ. കത്തി പിടിക്കല്ലേ? പിന്നെ ആദ്യം ഇത് നമുക്ക് പൊരിച്ചെടുക്കണം. അതായത് ഉള്ളി പൊരിച്ചത് ബിരിയാണിക്ക് ആദ്യം നമ്മൾ ഉള്ളി പൊരിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിലാണ് നമ്മൾ പൊരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ആദ്യം കാണിച്ചു തരാം. നെയ്യ് അവിടെ ചോറക്കാരില്ലേ കഴിച്ച് മറന്നുപോയി. എന്നോട് ചോദിച്ചാൽ അരിയില്ല എന്താ കളി അമ്മ കളിക്കില്ല. ഞാൻ ചോദിച്ചാൽ എന്താ കൊണ്ടുവന്നത് എന്താ ഇല്ലാത്തന്നൊക്കെ പോയി വാങ്ങിക്കരി. വീഡിയോ പോയി ഇവിടുത്തെ വീഡിയോ വാങ്ങിക്കോളൂ. ബിരിയാണി കൂടിയുള്ള ഓയില. ഓക്കെ, നീ ഓയിൽ വരാ. നിങ്ങളല്ലേ ബിരിയാണി വെക്കുന്ന ആള്. അങ്ങനെ തൽക്കാലം അവിടെ പോയിട്ടാ ബിരിയാണി പള്ളിൻ്റെ അടുത്ത് പോയി വാങ്ങി തരും. വാങ്ങി തരാം. ഞാൻ പിന്നെ ഉള്ളി വെച്ചേക്കാം. ഞാൻ വീഡിയോ എടുക്കാം. അരി വാങ്ങാൻ മറന്ന് ഗൈസ്. വേഗം അരി വാങ്ങിക്കോ. 1 കിലോ വാങ്ങിക്കോട്ടോ. ഇപ്പം എണ്ണ എല്ലാം ചൂടായിട്ടുണ്ട്. ഓയിലെല്ലാം ചൂടായിട്ടുണ്ട്. ഇനി ഓയിലിലേക്ക് എന്താക്കാം, നമ്മൾ നേരത്തെ അരിഞ്ഞ ഉള്ളി അതിലേക്ക് എടുത്ത് ഉള്ളി പൊരിക്കാനുള്ള ബിരിയാണിക്കുള്ള നല്ലോണം ഇളക്കി കൊടുക്കട്ടോ. ഇളക്കി കൊടുത്തില്ലെങ്കിൽ ഈ സൈഡ് ഉണ്ടല്ലോ, ഈ സൈഡ് ചുറ്റുള്ള സൈഡ് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ അതേപോലെ നമ്മൾ അരിയുന്ന സമയത്ത് കട്ടി കൂടാണെങ്കിലും ഇത് നമ്മൾ വിചാരിച്ച പോലെ കിട്ടില്ല. അപ്പോൾ വളരെ നൈസായിട്ട് അരിയാൻ നോക്കാം. മറ്റേ ഉള്ളി കട്ടയാണൊരു ഇതുണ്ട്, ഉള്ളി കട്ടറുണ്ട്, ഓണിയൻ കട്ടർ എന്ന് പറഞ്ഞാൽ ആ സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് സ്ലൈസർ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഇത് വളരെ നൈസായിട്ട് അരിയാൻ പറ്റും. അപ്പോൾ അതാണ് ഏറ്റവും ബെറ്റർ. ഇപ്പോൾ ഇവിടെ സ്ലൈസർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കത്തി കൊണ്ട് അരിഞ്ഞത്. ഓക്കെ, അപ്പോൾ കത്തി കൊണ്ട് അരിയുമ്പോൾ അത്ര എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാർക്ക് അത്രയും നൈസായിട്ട് അരിയാൻ പറ്റുള്ളൂ.
ഇനി അടുപ്പ് ഓഫ് ആക്കിയിട്ടുണ്ട്. ജസ്റ്റ് നമുക്കിതൊന്ന് കോരിയെടുക്കാം. സ്റ്റീലിൻ്റെ കയ്യിലായതുകൊണ്ടാണ് ഞാനൊരു മെല്ലെ മെല്ലെ കോരുന്നത്. കാരണം സ്റ്റീലിൻ്റെ കയ്യിൽ നോൺ സ്റ്റിക്കിൽ ഇടാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇതാ ഞാൻ വരുമ്പോഴത്തേന് കാക്ക ഉള്ളിയൊക്കെ പൊരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 3 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്, 2 തക്കാളി എടുത്തിട്ടുണ്ട്. 1 കിലോയിലേക്ക് ഇത്ര മതി ശരിക്കും. ഇനിയിപ്പോൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എന്താക്കുക, നിങ്ങൾക്ക് ഒരു വലിപ്പമുള്ള ഒരു 3 ഉള്ളിയും കൂടി എടുക്കാം. ഒരു ചെറിയൊരു തക്കാളി നോർമൽ വെളുപ്പാല ഉള്ളി അല്ലേ? നോർമൽ, നല്ല വലുതല്ല. നമ്മൾ അരിയണമൊന്നുമില്ല. ബ്രോയിലർ ബിരിയാണിയാണ് വെക്കുന്നത്. അപ്പോൾ ബ്രോയിലർ ബിരിയാണി ആയതുകൊണ്ട് തന്നെ നമ്മൾ സിമ്പിളായിട്ട് നെയ്യ് അവിടെ പണി ഒപ്പിക്കുന്നുണ്ട് കേട്ടോ. സിമ്പിളായിട്ട് വെക്കാനുള്ള സ്റ്റൈല് ഞാൻ കാണിച്ചത്. ഒരു റിസ്ക്കില്ല, വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ചോപ്പറിലിടാം. ചോപ്പറിലിട്ടിട്ടാണ് അരിയണത്. ഇനിയിപ്പോൾ എല്ലാവർക്കും അരിയാനൊക്കെ മറ്റുള്ള ആൾക്കാർക്കൊക്കെ ചോപ്പറിലിട്ടിട്ട് കത്തി അവിടെ വെക്കണ്ട. നമ്മളൊക്കെ സ്പീഡാക്കി കിട്ടുവാണെങ്കിൽ വീഡിയോൻ്റെ ലെങ്ത് വല്ലാണ്ട് കൂട്ടണ്ട, വ്യൂവേഴ്സിന് ബുദ്ധിമുട്ടാണ്. ഒരു ഉള്ളും കൂടി നമുക്ക് ഇടാൻ പറ്റുമോ നല്ല നോക്കി നോക്കാം. പറ്റുമോ? ഇത് ഫുള്ള് ഇടാം. കണ്ണരി ഉണ്ടോ? കണ്ണരി ഉണ്ടോ? കണ്ണരി ഉണ്ടോ? ഇതൊക്കെ അബ്ബ അരിയണ നോക്ക്. നിങ്ങളുടെ കണ്ണെരിഞ്ഞു. നിങ്ങളുടെ കണ്ണ് നോക്കണേ. കണ്ണ് തുറക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ല. ബ്രോയിലർ ബിരിയാണി ആയതുകൊണ്ടാണ് ചോപ്പറിൽ നമ്മൾ ദമ്മല്ല. ഏകദേശം ഒരു ദമ്മന്നാവും. ചോപ്പറിലാകുമ്പോൾ ഉള്ളി പെട്ടെന്ന് ഉണ്ടാവും. ബ്രോയിലർ ബിരിയാണി ആകുമ്പോൾ പെട്ടെന്ന് വെന്തിട്ട്. ഓക്കെ. ഈ ലെവൽ പോലെ തന്നെ നമ്മൾ ഇടുന്നുണ്ട്. തക്കാളി എത്ര തക്കാളി? 2 തക്കാളി. ഓക്കെ. ചോപ്പ് ചെയ്ത് തക്കാളി അല്ലേ? ഓക്കെ. കരിയിലിട്ടോ ഉള്ളി അരിഞ്ഞിട്ട്. നിങ്ങളെ പണി എന്താ? കാകന്റെ പണി എന്താ? കാറ്ററിംഗ് ആട്ടോ. എന്നിട്ട് ഇവിടെ ഒരാൾ കരയുന്നു. ഡെയിലി ചെയ്യുന്ന പണിയാണ്. ഡെയിലി ചെയ്താൽ മാറൂലായിരിച്ചു. വെളുത്തുള്ളി 25 ഗ്രാമാണ് എടുത്തത്. ഏകദേശം ഒരു കണക്ക് പറയുകയാണെങ്കിൽ ഒരു പിടി എടുക്കാനുള്ള ലെവലിലുള്ള വെളുത്തുള്ളി ഉണ്ടാവും. അതേപോലെ ഇഞ്ചിയും അതേപോലെ തന്നെ കുറച്ച് ഇഞ്ചി അത്രയൊക്കെ തന്നെ ഒരു ഇഞ്ചി കുറച്ച് എന്തായിട്ടുണ്ട് എടുത്തിട്ടുണ്ട്. ഞാൻ കൈയിടണ്ട കേട്ടോ. കൈയിടണ്ട കൈ എരിയൂട്ടോ. ഹായ്. നീഹ, അബ്ബ എന്താ ഉണ്ടാക്കണേ? എന്താ? ഇനി അടുത്തായിട്ട് നമ്മളൊരു കുറച്ച് മുളക് ഇടാണ്.
ഒരു 100 ഗ്രാം മുളക് എടുത്തിട്ടുണ്ടാവും എന്തായാലും ഏകദേശം. ഓക്കെ, അപ്പോൾ ആവശ്യത്തിന് വേണമെങ്കിൽ എരിവില്ലെങ്കിൽ നോക്കിയിട്ടാൽ മതി. ചോപ്പ് ചെയ്യാം അല്ലേ? വാവ്, നല്ല കളർഫുൾ ആയിട്ടുണ്ട്. ഇനി ഒരു ചെറുനാരങ്ങ നീര് അതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിലിട്ടത് 3 ഉള്ളി ഇട്ടിട്ടുണ്ട്, പിന്നെ 2 തക്കാളി ഇട്ടിട്ടുണ്ട്, അതേപോലെ തന്നെ ഒരു 25 ഗ്രാം ഇഞ്ചി, 25 ഗ്രാം വെളുത്തുള്ളി, പിന്നെ ഒരു ചെറുനാരങ്ങ, പച്ചമുളക്, ചെറുനാരങ്ങ, അതേപോലെ പച്ചമുളക് ഒരു 100 ഗ്രാം ഇട്ടിട്ടുണ്ട്. അത്ര ഇട്ടിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിരിക്കണം. ഇനി അതിലേക്ക് ചപ്പും പുതിന ഇടാണ്ട് ഇത്ര കാര്യങ്ങൾ. ബിരിയാണിക്ക് നോർമൽ ഇടുന്ന കാര്യം ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ ചപ്പും പുതിന കാര്യം ഇതൊക്കെയാണ് നമ്മൾ ഇടേണ്ടത്. ഇത്രേ ഉള്ളൂ. ഇത് ഇട്ടിട്ട് പിന്നെ കുറച്ച് മസാലകൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മസാല റെഡിയാണ്, ബിരിയാണി മസാല റെഡിയാണ്. എന്തായാലും ഓക്കെ, ഇപ്പോൾ ചെറുനാരങ്ങ വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത നമുക്ക് ബാക്കി കാര്യം എന്താ ചെയ്ത് കാണിച്ചത്. ഗൈസ്, ഞാൻ എന്തൊക്കെയാണ് ഇതിലേക്ക് ഇട്ടെന്നുള്ളത് ഒന്നുകൂടി ഞാൻ എളുപ്പത്തിൽ പറഞ്ഞുതരാം. ഞാൻ 3 ഉള്ളി എടുത്തിട്ടുണ്ട്, 2 തക്കാളി, അതേപോലെ ഒരു 100 ഗ്രാം മുളക് എടുത്തിട്ടുണ്ട്, ഒരു 25 ഗ്രാം ഇഞ്ചി, 25 ഗ്രാം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചെറുനാരങ്ങ ഒഴിച്ചിട്ടുണ്ട്. ഇതാണ് 1 കിലോ ബിരിയാണിക്ക് വേണ്ട കാര്യങ്ങൾ. പിന്നെ അതിലേക്കുള്ള അതിലേക്കൊരു കുറച്ച് തൈര് എന്തായിട്ടുണ്ട് എടുത്തിട്ടുണ്ട്. ഈ ഒരു ചെറിയൊരു കപ്പിൽ കുറച്ച് ഒരു 125 ഗ്രാമോ അല്ലെങ്കിൽ 150 ഗ്രാമിൻ്റെ അടുത്ത് തൈര് നമ്മൾ എടുക്കാം. ഇനി അതല്ലാണ്ട് പിന്നെ നമുക്ക് വേണ്ട മസാലകൾ എന്താണെന്ന് വെച്ചാൽ ബിരിയാണി മസാല, ഇത് നമ്മളെ സ്പെഷ്യൽ ബിരിയാണി മസാല ആണ്. ഓക്കെ, അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഉപ്പ് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്നുകൂടി നോക്കിയിടാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, ഉലുവ എടുത്തിട്ടുണ്ട്. ഇത്ര കാര്യങ്ങൾ നമ്മൾ മസാലയിലേക്ക് ഇടുന്നുള്ളൂ. ഈ ഒരു ഉള്ളിയും തക്കാളിൻ്റെ കൂടെ നമ്മൾ ഇത്ര സാധനം ഇടുന്നുള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ചപ്പും പൊതിനും കരിയേപ്പും കൂടി മിക്സ് ആക്കിയിട്ടും അതും ഇടുന്നുണ്ട്. ഇനി ഇതൊക്കെ ഞാൻ ഓൾറെഡി ഇട്ട കാര്യങ്ങളാണ്. ഇനി ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു നേരത്തെ മിക്സ് ചെയ്ത ഉള്ളിയും തക്കാളിയിലേക്ക് ഞാൻ ഒഴിക്കാൻ പോവാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെയും ഓക്കെ അതിന് ഉപ്പിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ. പിന്നെ ലേശം ഉപ്പും കൂടി ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ കഴുകി വെച്ച ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് മിക്സ് ചെയ്യാം. സാധാരണ ബിരിയാണിയിലേക്ക് ഒരു വലിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്യുക. ഞാൻ നോർമൽ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളൂ. കാരണം വലിയ പീസാകുമ്പോൾ വളരെ കുറച്ച് പീസ് ഉണ്ടാവും. ഇതാകുമ്പോൾ കുറേ കിട്ടും. അതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് ആയതുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് സിമ്പിളാക്കി ചെയ്താണ്. ഇത് നമുക്ക് എന്തായാലും ഇനി നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. ഇത് വളരെ സിമ്പിളായിട്ട് പ്രവാസികൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ബിരിയാണിയേ ഉള്ളൂ. ഓവർ റിസ്ക്കും കാര്യമൊന്നും ഇല്ല. ഞാൻ പറഞ്ഞ കാര്യം എടുത്ത് മിക്സ് ആക്കിയതാണ്. നമ്മൾ എരിവും അതേപോലെ പുളിയൊക്കെ 1 കിലോയിലേക്ക് എന്തായാലും ഒരു ചെറുനാരങ്ങ ധാരാളമാണ്. പുളീൻ്റെ നമ്മൾ വേറെ നോക്കൊന്നും വേണ്ട. പിന്നെ തൈര് കുറച്ച് ഒഴിക്കുന്നുണ്ടല്ലോ, അത് വെച്ചാൽ തന്നെ ഏകദേശം മസാലയ്ക്കുള്ള കാരണം ഏകദേശം റെഡിയാണ്. പിന്നെ ബിരിയാണി മസാല നമ്മൾ ചേർക്കുമ്പോൾ ഏറ്റവും നല്ല ക്വാളിറ്റി ബിരിയാണി മസാല തന്നെ നോക്കാം. മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന സാധനം ചിലപ്പോൾ അതിൽ ഒരു എന്താ പറയുക അത്ര എല്ലാ സാധനവും ഇട്ടിട്ടാണ് പൊടിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ എല്ലാ കാര്യങ്ങളും ഇട്ടിട്ട് തന്നെയാണ് അടിക്കുന്നത്, മിക്സ് ആക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ സെല്ലാക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യക്കാർ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. നല്ല അടിപൊളി ബിരിയാണി മസാലയാണ്. ഇത് മിക്സാക്കി ഇപ്പോൾ വെക്കുന്നുണ്ട്. ഓക്കെ, ഒരു 5 മിനിറ്റ് ഇങ്ങനെ കിടന്നോട്ടെ. 5 മിനിറ്റ് കിടന്ന് നമുക്ക് ഇനി കുക്കറിൽ ഒരു 3 വിസിലിട്ടിട്ട് വേവിക്കാം. മനസ്സുണ്ട്
വാവ് പറ, വാവ് പറ. മസാല അടിച്ചില്ലേ? അടിപൊളി. ഈ മസാല അടിച്ചിട്ടുണ്ട്. ഇനി ഇത് 5 ലിറ്ററിന്റെ കുക്കറാണ്. ഈ 5 ലിറ്ററിന്റെ കുക്കറിലേക്കാണ് നമ്മൾ. അതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയാം, വീട്ടിൽ പണിയെടുക്കുന്ന എല്ലാവർക്കും അറിയാം. അല്ല, മറ്റേ അറിയാത്തവരും ഉണ്ടാവില്ലേ കുട്ടികളൊക്കെ, എന്നെ പോലെ. അതെ. ഓക്കെ, ഇനി ഇതിലേക്ക് കുറച്ച് ഓയിലും നെയ്യും ഒഴിക്കാം. ഇത് നേരത്തെ ഉള്ളി പൊരിച്ച ഓയിലാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഫസ്റ്റ് ടൈം പൊരിച്ചത്. ഇനി ഇതിന്ന് ഓയിൽ ഇട്ടിട്ട് എന്താകാം, ഒരു കുറച്ച് ഓയിൽ എന്താ പറയാം ഗൈസ്, നെയ്യില്ല. സോറി, നെയ്യില്ലാത്തതുകൊണ്ട് നമുക്ക് നേരത്തെ കൊടുത്ത ഓയിൽ തന്നെ മതി. ഞാൻ കുക്കർ മൂടി വെക്കുന്നത്. ഇതിൽ വെള്ളമൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. നെയ്യ് ഉണ്ടെങ്കിൽ കുറച്ച് നെയ്യ് ഇട്ടാതില്ല. നെയ്യ് ഉണ്ടെങ്കിൽ ഒരു കുറച്ച് നെയ്യ് ഇടാം. അപ്പോൾ മസാല അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് വെക്കണം. അതിന് മുന്നേ ഇതൊക്കെ വളരെ സിമ്പിളാണ്. പ്രവാസികൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ റൂമിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ടൈപ്പ് ബിരിയാണിയാണ്. ഒരുപാട് വീഡിയോസ് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. അതിനൊക്കെ വ്യത്യസ്തമായിട്ടുള്ള സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിതിൽ പറഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, ഏതൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള ചോറ് വെക്കണം. അത് ഇതിലേക്ക് മിക്സ് ചെയ്ത് ഗമ്മിൻ്റെ ചെറിയ മിക്സ് ആക്കണം. അങ്ങനത്തെ കുറച്ച് പണികളുള്ളൂ. സിമ്പിളാണ് ഇത്. ഇത്ര ഓക്കെ അല്ലേ? ബാക്കി നിങ്ങൾക്ക് അവിടെ. ഗൈസ്, 1 കിലോ അരി എടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് എത്ര ഉണ്ടെന്ന് വെച്ച് നടന്നു നോക്കുന്നുണ്ട്. ഇത് ചോപ്പറിന്റെ പാത്രം. അതെ, ചോപ്പറിന്റെ പാത്രം. വെള്ളത്തിന് വേണ്ടിയിട്ട് അരി ജസ്റ്റ് നടന്നു നോക്കാണ്. ഇതിപ്പോൾ ഏകദേശം ഒരു പാത്രത്തിന് അടുത്ത്. ചൂടി വേണമെങ്കിൽ ഒഴിക്കാം, കുഴപ്പമില്ല. അത് വേറൊരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി അരിയിലുണ്ട്, ബാക്കി അരിഞ്ഞൊരു ഏകദേശം ഒഴിക്കുന്നുണ്ട്. ഓക്കെ, ഇത് കൈമ ഫസ്റ്റ് ക്വാളിറ്റിയാണ്. അപ്പോൾ ഏകദേശം ഇങ്ങനെയാണ് 1.5 പാത്രത്തിൻ്റെ അടുത്ത് അരി ഉണ്ട് ഇതിലിട്ടോ. അപ്പോൾ ഈ പാത്രത്തിൻ്റെ നേരെ ഇരട്ടിയായിട്ട് ഉണ്ടാക്കുക, വെള്ളം എടുക്കുക. അതായത് ഇതിൻ്റെ 1.5 പാത്രമാണെങ്കിൽ ഇത് 1.5 പാത്രം ഇല്ല, ജസ്റ്റ് 1.5 പാത്രം അരി ഉണ്ടെങ്കിൽ ഏകദേശം ഒരു 3 പാത്രത്തിൽ ലേശം കുറവാക്കി എടുക്കാം. കാരണം ഇത് ബിരിയാണീൻ്റെ അരിയല്ല വെക്കുന്നത്, നെയ്ച്ചോറാക്കിയിട്ടാണ് വെക്കുന്നത്. നെയ്ച്ചോറാക്കിയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ബിരിയാണി വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ വെള്ളം എടുത്താലേ കിട്ടുള്ളൂ. 2 പാത്രമാണ് ഇപ്പോൾ ഈ വെള്ളം എടുക്കാം. അപ്പോൾ 1 കിലോ അരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബിരിയാണിയിലേക്കുള്ള വെള്ളം എടുക്കാം. അപ്പോൾ നേരത്തെ എടുത്ത ഈ പാത്രത്തിന് കണക്കാക്കിയിട്ടുള്ള, ഞാൻ പറഞ്ഞ പോലെ ഞാനിത് 1.5 പാത്രം അരിയാണെന്നുണ്ടെങ്കിൽ 3 പാത്രം, അതായത് 1.5 3 പാത്രം കണക്കാക്കി വെള്ളം എടുക്കാം. 3 പാത്രം ലേശം കുറച്ചോട്ടെ, എന്നിട്ട് വെള്ളം എടുക്കാം. ഈ പാത്രത്തിലല്ല നമ്മൾ നെയ്ച്ചോറ് വെക്കണല്ലേ? വെള്ളം വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള മുളക് കുറച്ചിടാം. അതേപോലെ തന്നെ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചേന്ന് എടുത്ത് വെച്ചാൽ നേരത്തെ ഉള്ളി പൊരിച്ചതിൻ്റെ ബാലൻസ് ഓയിൽ കുറച്ച് ഒഴിക്കുന്നുണ്ട്. സ്പൂണൊന്നും കാണുന്നില്ല, അതുകൊണ്ട് നേരത്തെ വേണമെങ്കിൽ ഓക്കെ മതി. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ കുക്കർ കത്തിച്ചിട്ടുണ്ട്. അതേപോലെ അരിക്കും വെള്ളം വെച്ച് കത്തിച്ചിട്ടുണ്ട്. ഇനി അരി കേൾക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ 2 ഒരുമിച്ച് തന്നെയാണ് കത്തിച്ച്. കുക്കർ 3 വിസിൽ വന്നു കഴിഞ്ഞാൽ ഓഫാക്കാം. ഓക്കെ, 3 പ്രാവശ്യം കേൾക്കട്ടെ. അരി നല്ല വൃത്തിയിൽ നല്ല വരുത്തിയിട്ട് 3 പ്രാവശ്യം അരി കഴിക്കാം. 3 കൂടി അരി ചിലപ്പം പുതർന്നു. നല്ല വൃത്തി കേൾക്കാം. ഓക്കെ, പാട്ട്
എന്താ നിയമുള്ളൂ നെയ്യിന്റെ കസാലമേലിരുന്നോ ചെല്ല പോയിരുന്നോ ഹായ് 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 മരി ഹായ് വിയല്ലേ ആയില്ലല്ലോ അരി വെച്ചേക്കാലെ വെള്ളം പതിച്ച് വരാണെങ്കിൽ അതിലേക്കുള്ള ഉപ്പ് കണക്കാക്കിട്ടാൽ മതി ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ നോക്കിയിട്ട് ഓക്കെ മുട്ട നിറഞ്ഞിക്കും ഉപ്പ് നേരത്തെ കറക്റ്റ് അല്ലേ അപ്പോൾ കുറച്ചുകൂടി എന്താവുന്നുണ്ട് ഉപ്പ് ഇടുന്നുണ്ട് ഇത് റെഡി ആയിരിക്കും ഉപ്പ് എങ്ങനെയാ വേണ്ടി പറഞ്ഞോടിക്ക് ഉപ്പ് നിങ്ങൾ പറയില്ല കുറച്ച് ഉപ്പ് ഒരു കണക്കാക്കി ഒരു അരപ്പിടി നോക്കിയിട്ടൊക്കെ അരപ്പിടീൻ്റെ ഒക്കെ അടുത്താക്കി നോക്കി ഇട്ടാൽ മതി കൂടിയാ ഒന്നും ചെയ്യാനില്ല എവിടെ വരച്ച കൊതുകിനൊന്ന് കൊന്നാല് ആരാണ് ചുമക്കുന്നേ അപ്പൊ അരി ഇടാൻ പോവാട്ടോ അരിയിട്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് അല്ലേ ഉപ്പ് ഇടുമ്പോൾ എന്താണ് ഉപ്പ് നോക്കണ സമയത്ത് ഉപ്പിൻ്റെ ഒരു ചോയ നമുക്ക് നല്ലോണം വരണം അതാണ് ഞാൻ പറഞ്ഞു കൊടുക്കാൻ ഓക്കെ അതായത് ഉപ്പിൻ്റെ ചോയ നാവുമ്പിൽ നല്ലോണം വരണം അതായത് ഉപ്പ് വെള്ളത്തിലുണ്ട് എന്ന് അറിയണ ലെവലിലാണ് ഉപ്പ് ഒരു വിസിൽ വന്നില്ല കേട്ടോ കുക്കർ ഉപ്പിൻ്റെ മനസ്സിലല്ല ഉപ്പ് നാവുമ്മൽ നല്ലോണം അറിയണം ഉപ്പ് വെള്ളത്തിൽ ഒരു നല്ല നമുക്കൊരു ചോയ വരണം ഉപ്പിൻ്റെ നല്ല ചോറിലൊക്കെ നല്ലോണം പിടിക്കുള്ളൂ ഇത് മൂടിയൊക്കെ നല്ല തിളച്ചോളൂ ഓക്കെ അപ്പം ഇത് ഇങ്ങനെ മൂടിയിട്ടുണ്ട് കുക്കർ ഒരു വിസിലും വന്നിട്ടുണ്ട് ഇനി 2 വിസിലും കൂടി അല്ലേ ആർക്കാണ് ചുമക്കുന്നത് 1 2 3 അടുത്ത് ഇങ്ങനെ ആക്കി കൊടുക്കണം ഇടയ്ക്കൊന്ന് കളിക്കാൻ അങ്ങനെ വെറുതെ രസത്തിന് അങ്ങനെ അരി ഇങ്ങനെ ഇളക്കാൻ നല്ല രസമല്ല അതുകൊണ്ടാണ് ഇടയ്ക്കൊക്കെ ഇളക്കി കൊടുത്തോണ്ടിട്ടോ ഓക്കെ അപ്പം 3 വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ എല്ലാം മാറ്റിയൊക്കെ അപ്പം ഇത് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം കേട്ടോ ആ ചൂടത്തുനിന്ന് നമ്മൾ വേറെ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ഏകദേശം ആയിട്ടുണ്ട് നമുക്ക് അടുപ്പ് ഏകദേശം ഓഫാക്കാനായിരിക്കണേ അവസാനം ഇളക്കലാണ് അവസാന തിളക്കലാണ് അതിൻ്റെ അപ്പം എടുക്കുന്ന സമയം തരുന്നു ഏകദേശം വെള്ളം വറ്റിരിഞ്ഞ് കുറച്ചും കൂടി വറ്റാനുണ്ട് നല്ലോണം വറ്റണ്ട ഈ ലെവലിൽ നമുക്ക് എന്താക്കാം ഓഫാക്കിയിട്ട് ഓഫാക്കിട്ടോ ഓഫാക്കിയിട്ട് പുറത്തേക്ക് എടുത്തേക്കാം വേറെ ഭാഗത്തേക്ക് എടുത്ത് വെക്കാം ഈ ചൂടത്തുനിന്ന് നമുക്കത് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഗ്യാസ് വന്ന് അത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം എങ്ങനെ ആയതെന്ന് ഈ ഒരു ലെവലിലാട്ട് എടുത്തച്ച്
എടുത്തോ. ആ നമ്മൾ കുക്കർ തുറന്ന് നോക്കണം. ഇതിൽ തന്നെ ഓൾറെഡി വെള്ളം ഉണ്ടാകും. നമ്മൾ തുള്ളി വെള്ളം പോലും ഒഴിച്ചിട്ടില്ല. പക്ഷെ കോഴിമണ്ണ് ഇറങ്ങി വന്നാൽ കോഴിൻ്റെ നീര് ഓൾറെഡി ഉണ്ടാവും. ആ നീര് തന്നെ ഇപ്പം നിറച്ച് വെള്ളം ഉണ്ടാവും. അത്രയും വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഒരു തുള്ളി വെള്ളം പോലും ഇതിൽ നമ്മൾ ഒഴിച്ചിട്ടില്ല. ഇനി ചെയ്യാൻ പോണത് ഈ ബിരിയാണി പോട്ടിലേക്ക് കുക്കറിൽ വേവിച്ച കോഴി ബിരിയാണി പോട്ടിലേക്ക് ഒഴിക്കും. അതേപോലെ തന്നെ നമ്മൾ എന്താണ് അരി വേവിച്ചിട്ട് ഓൾറെഡി നെയ്ച്ചോറാക്കി വെച്ചിട്ടുണ്ട്. അതും നമ്മൾ എന്താക്കും ഈ മസാലൻ്റെ മുകളിൽ നെയ്ച്ചോറും വെക്കുന്നുണ്ട്. ഇത് മൂടിയിട്ടിട്ട് ഒരു 20 മണിക്കൂർ സിമ്മിലിട്ടിട്ട് വെക്കും, ഗ്യാസ് സിമ്മിൽ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ബിരിയാണി പോട്ട് 8 ലിറ്റർ ഉണ്ടാവും. 8 ലിറ്ററിൻ്റെ ബിരിയാണി പോട്ട് യൂസ് ചെയ്താലേ നമുക്ക് 1 കിലോ ബിരിയാണി വെക്കാൻ പറ്റുള്ളൂ. 1 കിലോ റൈസും 1 കിലോ ഇറച്ചിയും വരുന്ന ബിരിയാണി വെക്കണമെങ്കിൽ 8 ലിറ്ററിൻ്റെ ബിരിയാണി പോട്ട് വേണം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഈ കുക്കറിലുള്ളത് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിക്കാൻ പോവാണ്. നല്ല ചൂടുണ്ടാവും, ശ്രദ്ധിക്കുക. മേലേക്ക് തെറിച്ച കൈയല്ല മേലൊക്കെ പോകും. കാരണം അതിൽ വെള്ളം ഉണ്ട് അല്ലേ, വെള്ളം മേലെ ഇട്ട് തെറിക്കാതെ നോക്കാം. ഇതിന്റെ മുകളിലേക്ക് ചോറിടല്ലേ. നിറച്ചും അത്യാവശ്യം നല്ല വെള്ളത്തിൽ ഓൾറെഡി ഉണ്ട്. തുള്ളി വെള്ളം പോലും നമ്മൾ അതിലേക്ക് ഒഴിച്ചിട്ടില്ല. ചില ആൾക്കാർ കുക്കറിൽ വെള്ളം ഒഴിക്കും. അങ്ങനെ വെള്ളം ഒഴിക്കുന്ന സമയത്ത് നീര് പിന്നെയും കൂടും. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിവാക്കേണ്ടി വരും. പക്ഷേ ഈ വെള്ളം ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ഇത് കറക്റ്റ് ചിക്കൻ്റെ നീരായതുകൊണ്ട് തന്നെ നമുക്ക് ഇതന്നെ യൂസ് ചെയ്യാം. ഇത് ഫുള്ളായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ആ ചോറ് ഇതിലേക്ക്. ഓക്കെ, ഇനി ബിരിയാണിയിലേക്കുള്ള ഉള്ളി പൊരിച്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചപ്പും പുതിന കറിവേപ്പൊക്കെ കുറച്ച് ചേർത്തിട്ടുണ്ട്. കിസ്മിസ് ഇവിടെ ഇപ്പം ഇല്ല. കിസ്മിസ് ഒന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഒന്നും ചേർക്കണില്ല. ചപ്പും പുതിന വേണമെങ്കിൽ ചേർത്താൽ മതി. അപ്പം ഇത് മാത്രമേ ഉള്ളൂ. അതുപോലെ കിസ്മിസ് ഒന്നും ഞാൻ കൂട്ടില്ല. വെറുതെ ബിരിയാണിയിൽ ഇങ്ങനെ കിടക്കുള്ളൂ, ഞാൻ കൂട്ടൊന്നുമില്ല. ഇവിടെ ആരും കൂട്ടില്ല. ഇനി ഓക്കെ, ഇനി ചോറ് ഇതിലേക്ക് ഇടാൻ പോവാണ്. ചോറ് ഇങ്ങനെ കുറച്ച് മോളിനിട്ട് ആദ്യം വെക്കുന്നുണ്ട്. മുകളത്തെ ചോറ് കുറച്ച് വേവാനുണ്ടാവും. അതുകൊണ്ട് മുകളത്തെ ചോറ് ആദ്യം ഞാൻ ഈ വെള്ളത്തിലേക്ക് ആക്കിയിട്ട് നീരിലേക്ക് ആക്കിയിടുന്നുണ്ട്. ഇളക്കൊന്നും വേണ്ടല്ലേ, അവസാനം നമ്മൾ മാറ്റി വെച്ചതിന് ശേഷം മുകളത്തെ ചോറെടുത്ത് ഇട്ടാൽ മതി ആദ്യം. ഏകദേശം ഇങ്ങനെ ആയി ചെയ്യുകയാണെങ്കിൽ കുറച്ച് ഉള്ളി പൊരിച്ച് ഉണ്ടാക്കാം. അതിൻ്റെ മുകളിലിടാം. കുറച്ച് ഉള്ളി പൊരിച്ച് ഈ ചോറിലേക്ക് ഏകദേശം കാണുമ്പോൾ തന്നെ രസമാണ്. ഇതിലിങ്ങനെ ചിലവർ മഞ്ഞപ്പൊടി അങ്ങനെ ഇടൂലേ? മഞ്ഞപ്പൊടി കളറിന് വേണ്ടി അതിടാം. ലാസ്റ്റ് നമുക്ക് വേണമെങ്കിൽ നമ്മൾ മസാല കഴിക്കുമ്പോൾ തന്നെ മഞ്ഞളല്ലേ? അത് മസാലക്കുള്ള മഞ്ഞ, ചോറിലേക്കുള്ള മഞ്ഞ വേറെ. മസാലക്കുള്ള മഞ്ഞ ഇപ്പം ഈ നീരിൽ ഓൾറെഡി മസാല ഉണ്ടാവും, അല്ല മഞ്ഞ ഉണ്ടാവും. അതാ ഞാൻ ചോദിച്ചത്. ആ മഞ്ഞ ഈ ചോറിലേക്ക് എന്തായാലും വരൂലേ? അതെല്ലാം നമ്മൾ കുറച്ച് മഞ്ഞ ഉണ്ടാക്കും ഈ ചോറിൻ്റെ മുകളിൽ അവസാനം ഉണ്ടാകുന്നുണ്ട്. ഞാൻ കാണിച്ചുതരാം. ഇതിനി എന്താക്കാം, കുറച്ചും കൂടി ബാക്കിയുള്ള ഉള്ളി വെച്ചും കൂടി അതിലേക്ക് കലക്കാം. കഴിയാനായിട്ടോ? ഒരു ലെയറും കൂടി ഇടാനല്ലോ? ഇല്ല, ഇനി ലെയർ ഇടാനില്ല. ഇല്ല, 1 കിലോ ബിരിയാണി ആയതുകൊണ്ട് 2 ലെയർ തന്നെ ഉള്ളൂ. ഒരുപാട് ലെയറൊന്നും ഇടുന്നില്ല. കുറച്ച് മഞ്ഞപ്പൊടി ഇങ്ങനെ ജസ്റ്റ് മോളിട്ടുണ്ട്, അത് മതി. ഇനിയൊന്നുമില്ല. ഇനി നമ്മൾ ഈ ബാക്കിയുള്ള ചോറും കൂടി ഇട്ടിട്ട് കുറച്ച് നേരം ഒരു അരമണിക്കൂറിൻ്റെ അടുത്തൊന്ന് ഗ്യാസ് സിമ്മിൽ വെച്ചാൽ മതി. ഓൾറെഡി എന്തായിട്ടുണ്ട്, നമ്മളെ മസാല വെന്തതാണ്, കോഴിയൊക്കെ വെന്തതാണ്. 3 വിസിൽ വരുത്തിയിട്ടുണ്ട്. അതേപോലെ കുറച്ച് നെയ്ച്ചോറാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഓവറും നമ്മൾ ഗ്യാസിന് നമ്മൾ കത്തിക്കേണ്ട ആവശ്യമില്ല. ഓവർ കത്തി ചിലപ്പോൾ അടി കരിഞ്ഞു പോകും.
അപ്പോൾ ഇതിലുള്ള വെള്ളം വറ്റുന്ന വരെ, ആ വെള്ളം വറ്റാനുള്ള സമയം മാത്രം നോക്കിയിട്ട് എന്താക്കാം, ഇത് കാണിച്ചിട്ട് വെക്കാം. കാണിച്ചത് പിന്നെ നമ്മൾ ബിരിയാണി മസാല കുറച്ച് ഉള്ളി പൊരിച്ചത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ആവശ്യമെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ ഇതൊരു സ്പെഷ്യൽ ബിരിയാണി മസാലയാണ്, നമ്മളിത് സെല്ലാക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യക്കാർ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. കോഴിക്കോട് ഭാഗത്തുള്ളവർക്കൊക്കെ ആണെങ്കിൽ ബീച്ചിലേക്കൊക്കെ വരെ നമ്മൾ എത്തിച്ചു കൊടുക്കാം, പ്രശ്നമില്ല. റേറ്റിൻ്റെ ഞാൻ തീരുമാനിച്ചിട്ടില്ല, റേറ്റ് ഞാൻ നോക്കിയിട്ട് ഞാൻ പറയാം. ഞാൻ എടുക്കാനുള്ള തീരുമാനത്തിലെത്തിയിട്ടുള്ളൂ. പ്രൈസും കാര്യമൊക്കെ ഇട്ടിട്ട് ഞാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ വേണമെങ്കിൽ പ്രൈസ് അറിയിക്കാം, പ്രശ്നമില്ല. ഓക്കെ ഓക്കെ. ഗൈസ് ഇതിന് മൂടി വെച്ചിട്ടുണ്ട്. ഇനി നേരെ ഇത് കുക്കറിൻ്റെ ഗ്യാസിൻ്റെ മുകളിൽ വെക്കാം. മിസ്റ്റേക്ക് ആരൊന്നും വിചാരിക്കരുത്. സിമ്മിലാക്കിയിട്ടുണ്ട്. ഇനി എന്താക്കാം, ഈ ബിരിയാണി എടുത്തിട്ട് പാത്രത്തിൽ ഇവിടെ വെക്കാം. ഓക്കെ. ഇപ്പം സമയം കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ 12:23 ഒരു 30 മിനിറ്റ് മാക്സിമം അത്ര നോക്കിയാൽ മതി. ചിലപ്പോൾ ഇവിടെ ആവി വരും. ആവി വരാണെങ്കിൽ നമ്മളെന്താക്കുക, ആവി വരുന്ന സമയത്ത് ഓഫാക്കി. ഇനി ആവി വന്നിട്ടില്ലെങ്കിൽ ഒരു 30 മിനിറ്റ് ഇങ്ങനെ കത്തിക്കോട്ടെ. 30 മിനിറ്റ് ഒരു 25 മിനിറ്റ് ഇങ്ങനെ കത്തിയിട്ട് ഓഫാക്കിയാൽ മതി. ആവി വന്നാലും വന്നിട്ടില്ലെങ്കിലും ഓഫാക്കാം. ഓക്കെ, ആവി വരാണെങ്കിൽ അതിന് മുമ്പ് ഓഫാക്കാം. ആവി വന്നിട്ടില്ലെങ്കിൽ ഒരു 30 മിനിറ്റ് മാക്സിമം, അതിൽ കൂടുതൽ കത്തിക്കേണ്ട, അടി ചിലപ്പോൾ കരിഞ്ഞു പോകും. ആ വെള്ളം വറ്റുന്ന സമയം മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഗൈസ് കറക്റ്റ് 30 മിനിറ്റ് ഇനി ഓഫാക്കാം. ആവി വന്നിട്ടില്ല. ആവി വന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഉള്ളത്തെ വെള്ളം വറ്റിയാൽ മാത്രം മതി. വെള്ളമൊക്കെ നല്ലോണം വറ്റിയിട്ടുണ്ട്, ഉറപ്പാണ്. ഓക്കെ, എന്തായാലും നമുക്കിതിന് പൊളിച്ച് നോക്കാം. കുറച്ച് കഴിഞ്ഞ് പൊളിക്കുന്നുള്ളൂ. ഒരു അരമണിക്കൂർ ഇവിടെ തന്നെ നിന്നോട്ടെ. അരമണിക്കൂർ നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാനായിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ അരമണിക്കൂർ നിന്നോട്ടെ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ തൊടുമ്പോഴൊക്കെ നല്ല ചൂടുണ്ട്, പാത്രം നല്ല ചൂടുണ്ട്. ഓക്കെ, അപ്പോൾ വെള്ളം എന്തായാലും വറ്റിയിട്ടുണ്ടാവും. എന്തായാലും ഞാനിത് ഓഫാക്കാൻ. ഇനി നമുക്ക് ഈ അടുപ്പം വന്ന് എടുത്ത് പുറത്തേക്ക് മാറ്റി വെക്കാം. കുളിച്ചാ? ആ പറ, കുളിച്ചാ? ഓക്കെ, അപ്പോൾ നമ്മൾ ചോറ് കുത്തിയിടാൻ പോവാ അല്ലേ? അല്ലേ? യെസ്, തുറക്കാൻ. സെറ്റാണോ? ഇനി തിന്നിട്ട് നോക്കാം സെറ്റാണോ. സെറ്റായിരിക്കും. ആരാ ഉണ്ടാക്കിയത്? നമ്മളെ അപ്പം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കല്ലേ. സിമ്പിളാണ്. ഇവരെ ഈ ബിരിയാണി മസാലയും കൂടി ആകുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആട്ടോ. ജസ്റ്റ് ട്രൈ. എന്താ ഇംഗ്ലീഷ് ആയിട്ടുണ്ട് ചിരിച്ചത്. അപ്പൊ ദാ വാവ് വാവ്. നിങ്ങൾക്ക് ബിരിയാമാമ വേണോ? ബിരിയാമാമ വേണോ? ആണോ? ആ, വാവ് പറ. വാവ്. ഹായ്, ചൂടുണ്ട് ചൂടുണ്ട്. ഇങ്ങോട്ട് പോണ്ട, ചൂടുണ്ട് കേട്ടോ.
നല്ല സ്മെല്ല് വരുന്നുണ്ട്. അടിപൊളി ഗൈസ്, അടിപൊളി സ്മെല്ല് കേട്ടോ. അതവിടെ കുറച്ചുകൂടി ചോറുണ്ട് സൈഡിൽ. സ്റ്റീലിന്റെ കയ്യിലായതുകൊണ്ട് ഓവർ അടുപ്പിക്കണ്ട. അങ്ങോട്ട് പോകില്ല. ഓക്കെ, ഞാൻ ചോറ് എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കല്ലേ. ഒന്ന് മിക്സ് ചെയ്യാം. നെയ്യൻ്റെ സ്പൂണ് കാണിച്ചു കൊടുക്കുക. നെയ്മുള്ള സ്പൂണല്ലേ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. എത്ര സ്പൂൺ ഉണ്ട്? 2 പറയും. ഇതിൽ നോക്കി ഇങ്ങനെയല്ല, ഇവിടെ നിന്ന് പറയും. 2 പറയും. 2. യെസ്. 2 3 2 3. സാധനം അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നീ കഴിക്കാം. യെസ്. ഗായ്സ്, അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. അതിൻ്റെ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ അറിയിക്കുക. അതേപോലെ തന്നെ എന്തെങ്കിലും വീഡിയോയിൽ പോരായ്മകൾ ഉണ്ടെങ്കിൽ അതും അറിയിക്കുക. ഓക്കെ, ഇനിയും ഇതേപോലെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.